കൊല്ലം ആലപ്പാട് ഇടച്ചിറ തുരുത്തിലെത്തിയ NDA സ്ഥാനാർത്ഥി ജിതിൻ ദേവിന് മുന്നിൽ ദുരിതങ്ങൾ തുറന്നുകാട്ടി പ്രദേശവാസികൾ. തുരുത്തിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. വാഗ്ദാനങ്ങൾ നൽകി പോകുന്നവർ ഇങ്ങോട്ടേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനുള്ളത് ആലപ്പാട് പഞ്ചായത്തിലെ ഇടച്ചിറ തുരുത്തിലാണ്. TS കനാലിന് സമീപമുള്ള ഇടച്ചിറ തുരുത്തിൽ നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പാണ്. ഇവിടേക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ജിതിൻ ദേവ് വോട്ടർമാരെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ കൂടുതലും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ സ്ഥാനാർത്ഥിയോട് പറയുകയാണ്. എന്തായാലും ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ, അതായത് വോട്ട് തേടി എത്തുകയാണ്, അപ്പോൾ ജനങ്ങളെ കണ്ടു അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പറയുകയാണല്ലേ? അതെ, ഒരു പ്രാദേശിക ചാനലാണ്, ന്യൂസ് ആലപ്പാട് എന്ന് പറഞ്ഞ ചാനലാണ് ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ആ സമയത്ത് ഇപ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന നാട്ടുകാർ തന്നെ വളരെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ്. ഏതാണ്ട് 3 വർഷക്കാലമായിട്ട് അവർക്ക് വെള്ളം വരുന്നില്ല. അവർ ഇവിടുന്ന് താമസം മാറി, ഈ അപ്പനും അമ്മയും ഇവിടുന്ന് താമസം മാറി അക്കരെ പോയി താമസിക്കുകയാണ് കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട്. നോക്കൂ, സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തും എന്നൊക്കെ പറഞ്ഞ നാടാണിത്. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കേണ്ടുന്നത്? ജനങ്ങൾക്ക് വേണ്ടുന്ന, പ്രാഥമികമായിട്ട് വേണ്ടുന്ന കുടിവെള്ളം പോലും ഇല്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യമല്ലേ. കുടിവെള്ളം പോലും കൊടുക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം, അതാണ് ഇപ്പം അവരുടെ വിഷമമാണ് അവർ പറയുന്നത്. അതിനകത്ത് രാഷ്ട്രീയമില്ല, അവരവരുടെ വിഷമം തുറന്നു പറയുകയാണ്. അത് പറയുന്നവരെ അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്തായാലും കുട്ടികളും അതോടൊപ്പം തന്നെ വയസ്സായവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ കുടിവെള്ളമാണല്ലേ കിട്ടാക്കനിയായി മാറി? കുടിവെള്ളമില്ല ഞങ്ങള് എല്ലാ വർഷവും ഇതുപോലെ ഉണക്ക സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വർഷം ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു. വേറൊരു ചാനലുകാർ വന്നിത് പറഞ്ഞതിന് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി എനിക്ക് കമന്റുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് എന്റെ വിഷമമാണ്, അല്ലാതെ പാർട്ടിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വെള്ളമില്ലാത്തത് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എന്റെ വീട് ക്ലാപ്പന പഞ്ചായത്തിലാണ്. ഞാൻ ഇവിടുന്ന് പിള്ളേരെയും തുണിയും എല്ലാം വാരിക്കെട്ടി അവിടെ പോയി കുളിച്ച് തുണി കഴുകി വരുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് നിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 700 രൂപ കൊടുത്ത് ഒരു ടാങ്ക് വെള്ളം, 1000 ലിറ്റർ വെള്ളം വീട്ടിൽ മേടിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആലമ്പിടിയിൽ നിന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്റെ വിഷമം പറയണ്ടേ? ഞങ്ങൾ ഈ ഇടച്ചറിലെ ഓരോ മനുഷ്യരും വെള്ളമില്ലാതെ ഒരുപാട് വലയുന്നു. അതിനൊരു പ്രതിവിധി ആരെങ്കിലും ചെയ്തു തന്നാൽ അത്രയും വലിയ ഉപകാരം. തീർച്ചയായും ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളം, അതായത് ഇത് എവിടുന്നാ? ഇത് ഒരു പ്രാവശ്യം അമൃതയെന്ന് കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ ലിജു മെമ്പർ വഴി കൊണ്ടു തന്ന വെള്ളമാണ്. അന്ന് ഇവിടെ പിടിച്ചു പാത്രത്തിലാക്കി വെച്ചിരിക്കുന്ന വെള്ളമായത്. കുറച്ച് ദിവസമായിരിക്കും, ഒരാഴ്ചയായി ഞങ്ങൾ ഇത് ഇങ്ങനെ വെച്ചിരുന്ന് ഇച്ചിരിച്ച് എടുത്താണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ഒരു വീട്ടിൽ ഒരാഴ്ചയായി ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം, ഇതുകൊണ്ടാണ് അവരിങ്ങനെ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ വയസ്സായിട്ടുള്ള, അതായത് കുട്ടികൾ മാത്രമല്ല വയസ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഈ വെള്ളം കിട്ടാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറിയല്ലേ? അതെ വെള്ളമില്ല ഞങ്ങൾക്ക്. വെള്ളം കിട്ടാതെ ഞങ്ങൾ വളരെ വിഷമിക്കുന്നു. കടയിൽ നിന്ന് ഒരേ കുപ്പി വെള്ളം കൊണ്ടുവന്നാൽ എത്ര നേരത്തേക്കുണ്ട്? എന്നിട്ട് 2 കുപ്പി വെള്ളം അവിടുന്ന് കടയിൽ നിന്ന് മേടിച്ചു. ഞങ്ങൾ മേടിക്കാനുള്ള മാർഗമില്ല ഞങ്ങൾക്ക്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരൊക്കെ പറയുന്നത് ഇവർക്ക് ഈ കുടിവെള്ളം കിട്ടാത്തത് അത് വളരെയധികം ഒരു അടിസ്ഥാന പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിന് പരിഹാരം കാണാൻ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതെ, അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, പണം വകയിരുത്തുന്നു. ഇതെങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനമില്ല. ഒരു DPR തയ്യാറാക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന തരത്തിലുള്ള DPR ആണ് തയ്യാറാക്കേണ്ടത്. സമയബന്ധിതമായി പൂർത്തീകരിക്കണം. അത് നടക്കുന്നില്ല. ഒരു പദ്ധതി ആവിഷ്കരിച്ചു, കുറച്ച് പൈസ വകയിരുത്തുന്നു, കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് പൈസ വരുന്നു, ഇതെല്ലാം വരുന്നു. പക്ഷേ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല. നമുക്ക് സാങ്കേതികത്വം ധാരാളം, നമുക്ക് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റും. സാങ്കേതികത്വം പറയാൻ പറ്റും. പക്ഷേ ഈ സാങ്കേതികത്വത്തെ മറികടക്കുന്ന തരത്തിലുള്ള ആർജ്ജമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവണം. അവിടെയാണ് ഇത് വരുന്നത്. ഇപ്പം മോദിജി തന്നെ PM ഗതിശക്തി, എന്തിനാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്? എത്രയോ ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങിയാണ് ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടത്. അതിനെല്ലാം സിംഗിൾ വിൻഡോയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊന്നും കേരളത്തിൽ വരുന്നില്ല. ഇവിടെ ഇപ്പോഴും ജനങ്ങൾ കുടിവെള്ളം പോലും കിട്ടാതെ കിടക്കുമ്പോഴാണ് നമ്മൾ അതിദരിദ്രരില്ല എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് കുടിക്കാനുള്ള വെള്ളം കൊടുക്കണ്ടേ? നമുക്ക് 3, 4, 5 ദിവസം ഇരുന്ന് പഴകിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നിട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വികസന രേഖകൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജൽജീവൻ മിഷന്റെ കാര്യക്ഷമമായ ഉപയോഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അമൃത് നഗരം പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ഥലമുണ്ട് കരുനാഗപ്പള്ളി. ഇത് പാലപ്പാട് പഞ്ചായത്ത്. അമൃത് നഗരം പദ്ധതിയിൽ ഉൾപ്പെട്ട കരുനാഗപ്പള്ളിയിൽ എനിക്ക് തോന്നുന്നു 85 കോടിയോ 90 കോടി രൂപയാണ് ലാപ്സാക്കി കളഞ്ഞേക്കുന്നത്. കാരണം ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. ഒരു മോട്ടർ കൊണ്ട് വെച്ച കാര്യമില്ല.
സമയം കാലോചിതമായിട്ട് ഈ പോന്ന പൈപ്പും കൂടെ ചെയ്യണ്ടേ. നരീഞ്ചി പറഞ്ഞ സ്ഥലത്ത് മോട്ടോർ വെച്ചു, വെള്ളം നല്ല ഫോഴ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതിൽ പൈപ്പെല്ലാം പൊട്ടി, കലക്കോള ചെല്ലുന്നത്. ഇതാണ് സാഹചര്യം. അപ്പം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ വികസനമാണ് ആവശ്യം. തീർച്ചയായും അതുതന്നെയാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് ജനങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരിൽ കാണുന്നത്. ഇപ്പോൾ തന്നെ ഒരു വീടിന്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇതിന് പരിഹാരം കാണുമെന്നുള്ള ഉറപ്പാണ് ഇവിടെ എത്തുന്ന സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് നൽകുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.